ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് ഫിഷിംഗ് ആണ്. അതായത് മഴയൊക്കെ പെയ്ത് പാടവും റോഡൊക്കെ അങ്ങനെ ഒന്നായി കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പാടത്തും അതുപോലെ റോഡിലൊക്കെ നല്ല രീതിയിൽ മീനുകളുണ്ട്, പൊരിക്ക് കണ്ണനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ മീനുള്ള സമയത്ത് നമ്മളെ നാട്ടിൽ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മീൻപിടുത്ത രീതിയുണ്ട്. അതായത് മീനെ വെട്ടി പിടിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒറ്റിൽ ഉപയോഗിച്ച് കുത്തി പിടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമ്മൾ വല ഒക്കെ ഇട്ട് കൊടുക്കും. അതായത് വെള്ളം ഒഴുകി ചെല്ലുന്ന ഭാഗത്ത് ഇങ്ങനെ പാറ്റ് വല ഇട്ട്, അപ്പോൾ മീനുകൾ ഇങ്ങനെ കയറുന്ന സമയത്ത് അതിലൊക്കെ ഇങ്ങനെ മീൻ കിട്ടുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയൊരു മീൻപിടുത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വെട്ടിയിട്ടാണ് ഇന്ന് മീൻ പിടിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഷാഹിദാക്കാൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ ഷാഹിദാക്ക ഫുൾ ടൂളോട് കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നൈറ്റിൽ ഫിഷിങ്ങിന് ഇറങ്ങുമ്പോൾ മെയിനായിട്ട് വേണ്ട സംഭവമാണ് ടോർച്ച്. അപ്പോൾ നല്ലൊരു സെറ്റപ്പ് ടോർച്ച് അതെ ഷാഹിദാക്കാൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ നമ്മൾ വെട്ടിയിട്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ വെട്ടി പിടിക്കാനുള്ള ഒരു അരുവാക്കത്തി അല്ലെങ്കിൽ അരുവാള്, മടാക്കത്തി, മടാള് എന്നൊക്കെ പറയും അപ്പോൾ നമ്മളെ നാട്ടിൽ. അപ്പോൾ ആ ഒരു സാധനം നമ്മളെ ഷാഹിദാക്കാൻ്റെ കയ്യിലുണ്ട്. അത് കൂടാതെ ഒരു കവറ് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു കവറിൽ കുറച്ച് മീൻ ഓൾറെഡി ഷാഹിദാക്ക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള മീനുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് കിട്ടിയിട്ടുള്ള മീനുകൾ ഇതൊക്കെയാണ്. പൊരിക്കുണ്ട്, കണ്ണനുണ്ട്. അതുപോലെ കണ്ണനൊക്കെ 2 പീസുകളായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വെട്ടി പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെയാവും നമുക്ക് മീനുകളെ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി മീൻപിടുത്ത കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നല്ലൊരു അനാബസ് നല്ല കുടുങ്ങിയിട്ടാ സാധനം മിസ്സാവും. പോയാ നല്ലൊരു അടിപൊളി പരിക്ക്. അയ്യോ, ഗൈസ്, അപ്പോൾ ഇതൊക്കെ നമ്മളത് തന്നെയാണ് കേട്ടോ വലയൊക്കെ. അപ്പോൾ വലയിൽ കുടുങ്ങിയതല്ല, ജസ്റ്റ് അതിൽ ജസ്റ്റ് ടച്ചായി നിന്നതായിരുന്നു അല്ലേ ഇതൊക്കെ. കുടുങ്ങിക്കണല്ല. എന്താ പോന്നാ പോയാ? നീന് കൊടുക്കണ്ട. അവിടെ ചെറിയൊരു പരല്. ഇവിടുത്തെ ഇതൊക്കെ കുടുങ്ങിയില്ല. നല്ലല്ലേ കുടുങ്ങിയിട്ടില്ല. അതിൻ്റെ പുറത്താണ്. അതാ 2 പീസായി. അയ്യോ, നല്ല പോക്ക പോകും. ബാക്കിയോ? ബാക്കി അവിടെ തന്നെ കാണാം. വെള്ളം കൂടുതലല്ലോ ഇവിടെ. കിട്ടാൻ പണിയാണ്. തലയിട്ട് ഓടിയിട്ടുണ്ടാവും. നന്നാക്കണ്ടല്ലോ.
ഇലയില് കാണും എടുക്കും. ഏതാളും എടുക്കുക പരല് കണ്ണക്കല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വെട്ടി ഇങ്ങനെ മീൻ പിടിക്കാൻ. അത് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള മീനുകളപ്പോൾ നിങ്ങൾ കണ്ടത്. പൊരിക്ക് നന്നാക്കണ്ടോ? നന്നാക്കണ്ട നീ. അപ്പോൾ ഒരു ചെറിയൊരു പൊരിക്കട്ടാ. അതാ അടിപൊളി. അങ്ങനെ കിട്ടണം അല്ലേ ഗൈസ്? അപ്പോൾ നമ്മളെ വേറൊരു ടീം തെറ്റാ. അപ്പോൾ മീൻ നോക്കട്ടെ, മീൻ കാണിക്കുക. ഇത് നിങ്ങൾ വേറെ എവിടെ ഇത് വെട്ടി പിടിച്ചാണ്? വെട്ടൊന്നും കൊണ്ടായിട്ട് കാണിട്ടില്ല. അപ്പോൾ നമ്മളെ വേറെ ടീമാട്ടാ. ഇത് ഒറ്റിലൊക്കെ എടുത്ത് ഇറങ്ങിക്കണേ. അപ്പം ഇന്ന് 1 കിലോ ചെമ്മീൻ എന്നാ അനക്കാണ് 1 കിലോൻ്റെ കണ്ണൻ കയറി. അപ്പോൾ 1 കിലോൻ്റെ കണ്ണനൊക്കെ ഒന്ന് പകല് തൂക്കിക്കണ ഇവിടുന്ന്. കിട്ടിയ പൊരിക്കല്ലേ, പൊരിക്കും കുട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻപിടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മീൻപിടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കിട്ടിയ മീനുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, നമ്മളെ ഷൈദൊക്കെ ഇത് കിട്ടിയിട്ടുള്ള മീനുകൾ ഇതാ നമ്മളെ ഒക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ അത് ഷൈദൊക്കെ കിട്ടിയ മീനുകളാണ്. ഒക്കെ 2 പീസോ 3 പീസൊക്കെ ആയിട്ടാണ് ഇതായിട്ടുള്ളത്. അതെ, ഒന്ന് ഷൈദൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് എടുത്ത് തന്ന് കാണിക്കുക. കാട്ടൊക്കെ പോയിട്ടുണ്ട്. മീൻ ജസ്റ്റ് മസാല വെച്ച് ഒക്കെ കിട്ടി. ഇതാ നമ്മളെ വേറെ ഇത്ര ഡാമേജ് ആയിട്ടില്ല. ഇവര് ഇതെങ്ങനെയാടാ വെട്ടിയത്? അതല്ല, ബാക്ക് കൊണ്ട്. ഓക്കെ. അതായത് അരിയകത്തിയുടെ അത് കാണിക്കാക്കറ ബാക്ക് ഭാഗം കൊണ്ട് പരിക്കില്ലാത്ത രീതിയിൽ. അതെ. അപ്പോൾ അപ്പോൾ ഭയങ്കര രസമായിട്ടൊരു വൈബാണ് നൈറ്റിലുള്ള മീൻപിടുത്തം. 2 കിട്ടിയ മറ്റേ കൊഞ്ചല്ലേ, കാലാ കൊഞ്ച ചെറുത്. എന്നിട്ട് പൊട്ടിക്കോ. നമ്മളെ അടുത്തൊരു ടീമിന് അവർ നമ്മളെ ഷാഹിദാക്കിയിട്ടും പോയി മീൻപിടുത്തം കഴിഞ്ഞപ്പോൾ നമ്മളെ സെമിയും ടീമൊക്കെ അത് എപ്പോഴും മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള മീനുകളാണ് കേട്ടോ ഈ കാണുന്നത്.